ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 6 cm, 8 cm ആൻഡ് 10 cm? 6 cm, 8 cm, 10 cm സൈഡ്സിന്റെ ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 6, 8, 10. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ ആണ്. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡാണ്. അപ്പൊ 6, 8, 10 എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡാണ് അല്ലെ, മട്ടത്രികോണാണ്. കാരണം 6 സ്ക്വയറും 8 സ്ക്വയറും കൂടി കൂട്ടുന്നതാണ് 10 സ്ക്വയർ. അപ്പൊ ആ മട്ടത്രികോണത്തിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസിന്റെ ഹൈറ്റ് ആണ്. അപ്പോ 6, 8, 10 ആർ ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. സോ ഇറ്റ്സ് ഏരിയ ഈസ് ഹാഫ് ബേസിന്റെ ഹൈറ്റ്. ഇവിടെ 10 എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. ബേസും ഹൈറ്റും 6ഉം 8ഉം ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8, അതായത് 6, 8, 48, 48ന്റെ പകുതി 24. അപ്പൊ ഈ 24 cm സ്ക്വയർ ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതിന്റെ ഏരിയ നമുക്ക് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാം. ആ രീതിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, അനദർ മെത്തേഡ്. 3 സൈഡ്സിന്റെ ലെങ്ത് 6, 8, 10 ആണ്. അപ്പൊ ഈ 6ഉം 8ഉം 10ഉം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഹാഫ് എടുക്കുന്നു. 6, 8, 14, 24, 24ന്റെ പകുതി എത്രയാ? 12. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ സൈഡ് ഈ 12 കുറയ്ക്കുന്നു. 12 6 കുറയ്ക്കുന്നു. 12 6 കുറച്ച് 6, 12 8 കുറയ്ക്കുന്നു 4, 12 10 കുറയ്ക്കുന്നു 2. ഇനി നോക്കിയേ, ഇതൊരു 12ഉം ഈ 6ഉം ഈ 4ഉം ഈ 2ഉം കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 12 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 2 576 കിട്ടും. ഈ 576ന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കിയേ, 24. കണ്ടോ ഏരിയ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 3 വശങ്ങൾ കൂടി കൂട്ടി അതിന്റെ പകുതി എടുത്തു. ആ നീളത്തിൽ നിന്ന് ഓരോ വശത്തിന്റെ നീളം കുറച്ചു. അങ്ങനെ കുറച്ച് കിട്ടുന്നതും ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ കിട്ടിയത് ഇതേ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അതാണ് റൈറ്റ് ട്രയാങ്കിൾ ആയാല് ഇത് നമുക്ക് ആദ്യത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആകണമെന്നില്ല. 3 സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ എസ് ഇത് 3 സൈഡും കൂടി ആഡ് ചെയ്തതിന്റെ ഹാഫിന് നമ്മൾ എസ് എന്ന് എടുക്കുന്നു. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ എന്നാണ്. 3 സൈഡും കൂട്ടിയിട്ട് പകുതി എടുക്കുന്നത്. അതിന് നമ്മൾ എസ് എന്ന് എടുക്കുന്നു. ഇനി എസിൽ നിന്ന് ഓരോ സൈഡിന്റെ ലെങ്തിന് നമ്മൾ എ ബി സി എന്ന് എടുക്കും. അപ്പൊ എസ് മൈനസ് എ ആണ് 6, അതുപോലെ എസ് മൈനസ് ബി ആണ് 4, എസ് മൈനസ് സി ആണ് 2. അതായത് ഓരോ ഈ സെമി പെരിമീറ്ററിൽ നിന്ന് ഓരോ സൈഡും കുറച്ച് എഴുതുന്നതാണ് എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. എന്നിട്ട് എന്ത് ചെയ്ത് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തത് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിന് ഹെറോൺസ് ഫോർമുല എന്ന് പറയാം. ഹെറോൺ എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് 3 സൈഡ്സ് വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ എന്താ ചെയ്തത്? Area of a triangle having the length of the sides A, B and C is root of S into S minus A into S minus B into S minus C. S is the semi perimeter, അതായത് പെരിമീറ്ററിന്റെ ഹാഫ് 3 സൈഡും കൂടി കൂട്ടിയിട്ട് ഇതിന്റെ പകുതി. ആ സെമി പെരിമീറ്ററിൽ നിന്ന് ഓരോ സൈഡും കുറയ്ക്കുന്നതാണ് എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ അല്ലാത്ത ട്രയാങ്കിൾ വന്നാലും 3 സൈഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8, 7 and 3. ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. 3 സൈഡ്സിന്റെ ലെങ്ത് ആണ് 8, 7, 3. അപ്പൊ 3 സൈഡും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതാണ് എസ്. അപ്പൊ എസ് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എസ് എന്ന് പറയുന്നത് 8 + 7 + 3, 8, 7, 15, 3, 18, 18ന്റെ പകുതി 9. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇനി എന്ത് ചെയ്യണം? എസ് മൈനസ് എ. എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസിൽ നിന്ന് ആ സെമി പെരിമീറ്ററിൽ നിന്ന് ആദ്യത്തെ സൈഡ് കുറയ്ക്കാം. 9 8 കുറച്ച് 1. പിന്നെ എസ് മൈനസ് ബി, 8 നിന്ന് 9 7 കുറച്ചു 2. പിന്നെ 9 3 കുറച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? പെരിമീറ്ററിന്റെ ഹാഫ് എടുക്കുന്നു, അതിൽ നിന്ന് ആദ്യ സൈഡ് കുറയ്ക്കുന്നു, രണ്ടാമത്തെ സൈഡ് കുറയ്ക്കുന്നു, മൂന്നാമത്തെ സൈഡ് കുറയ്ക്കുന്നു. അപ്പോ എന്താ കിട്ടി? സെമി പെരിമീറ്റർ 9, ആദ്യ സൈഡ് കുറച്ചത് 1, രണ്ടാമത്തെ സൈഡ് കുറച്ചത് 2, മൂന്നാമത്തെ സൈഡ് കുറച്ചത് 6. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 6. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 6.
സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 9 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പൊ അവിടെ റൂട്ട് ഓഫ് 9 3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 2 എന്ന് എഴുതാം. ബാക്കി ഒരു റൂട്ട് 3 അകത്തുണ്ട്. അതായത് 3 ഇൻറ്റു 2 6 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ 3 സൈഡ്സിന്റെ ലെങ്ത് 8 7 3 ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഈ അതായത് 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഹെറോൺസ് ഫോർമുല. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 3 സൈഡ്സ് 13 14 ആൻഡ് 15. എസ് എന്തായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു 13 പ്ലസ് 14 പ്ലസ് 15/2. 3 സൈഡും കൂടി ആഡ് ചെയ്തു. 13ഉം 14ഉം 15ഉം ആഡ് ചെയ്ത 42. 42ന്റെ ഹാഫ് 21. എസ് മൈനസ് എ എന്താ നോക്കാം. 21 മൈനസ് ഫസ്റ്റ് സൈഡ് 30, അത് 8 എന്ന് കിട്ടും. എസ് മൈനസ് ബിയോ 21 മൈനസ് 14, അത് 7 എന്ന് കിട്ടും. എസ് മൈനസ് സിയോ 21 മൈനസ് 15. അതായത് നമ്മൾ ചെയ്തെന്താണ്, 3 സൈഡും കൂട്ടി പകുതി എടുത്തു. ഓരോ കിട്ടിയതിൽ നിന്ന് എ കുറച്ചു, ബി കുറച്ചു, സി കുറച്ചു, 3 സൈഡും കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ പ്രോഡക്റ്റ് എടുക്കണം, ഇതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 21 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഇത് സിംപ്ലിഫൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യേക്കാൾ നല്ലത് ഫാക്ടറൈസ് ചെയ്ത് എഴുതുമായിരിക്കും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 21 നമുക്ക് 3 ഇൻറ്റു 7 എന്ന് എഴുതാം. 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 7 പ്രൈം നമ്പർ ആണ്. 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ എത്ര 7 ഉണ്ട്? 2 7 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 7 വരും. എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒരു 3 വരും. എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 2 വരും. അപ്പൊ ഏരിയ എന്ത് വരും നോക്കിയേ, 3 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 2. അതായത് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ നമ്പറൊക്കെ ആകുമ്പോൾ എളുപ്പമാവില്ല. അപ്പോൾ 3 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 7 21, 21 ഇൻറ്റു 2 42, 42 ഇൻറ്റു 2 84 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 13 14 15 സെന്റിമീറ്റർ വശങ്ങൾക്ക് നീളമുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് 3 സൈഡ്സും തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. വേറെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 13 15 ആൻഡ് 4. 3 സൈഡ്സിന്റെ ലെങ്ത് 13 15 ആൻഡ് 4. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? അപ്പൊ ഇവിടെ എസ് കണ്ടുപിടിക്കാം. എസ് എന്ത് വരും? 13 പ്ലസ് 15 പ്ലസ് 4/2. 13 15 4 കൂടി കൂട്ടിയാൽ 32 കിട്ടും. 32ന്റെ പകുതി 16. ഇനി എന്ത് ചെയ്യണം? 16ൽ നിന്ന് 13 കുറയ്ക്കണം. അപ്പൊ 3 കിട്ടും. പിന്നെ 16ൽ നിന്ന് 15 കുറയ്ക്കണം, 1 കിട്ടും. പിന്നെ 16ൽ നിന്ന് 4 കുറയ്ക്കണം, 12 കിട്ടും. ഇനി എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 16 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 12. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസ് ചെയ്താൽ മതി. 16 ഫാക്ടറൈസ് ചെയ്യുന്നില്ല, കാരണം 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് നേരിട്ട് എടുക്കാം. 3 അത് തന്നെ എഴുതി. 12നെ നമുക്ക് 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. 12നെ 3 ഇൻറ്റു 2 ഇൻറ്റു 2. 1 പിന്നെ എഴുതേണ്ട കാര്യമില്ല നമുക്ക്. അപ്പൊ നോക്കിക്കേ, റൂട്ട് ഓഫ് 16ന് 4 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 3 ഇൻറ്റു 3 3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 2 എന്ന് എഴുതാം. അപ്പൊ എത്ര കിട്ടി? 4 ഇൻറ്റു 3 12 12 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു എക്സാമ്പിളോട് നോക്കാം. 4 5 and 7. ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ 4 5 and 7. അപ്പൊ 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. എസ് കാണുക, അത് 3 കൂടി കൂട്ടി പകുതി എടുക്കുക. പിന്നെ എസ് മൈനസ് എ കാണുക, എസ് മൈനസ് ബി കാണുക, എസ് മൈനസ് സി കാണുക. അപ്പൊ 4 5 9 7 16ന്റെ പകുതി 8. 8ൽ നിന്ന് 4 കുറച്ചു 4, 8ൽ നിന്ന് 5 കുറച്ചു 3, 8ൽ നിന്ന് 7 കുറച്ചു 1. ഇനി ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 1. ഇത് ഒന്നുകിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ. ഫാക്ടറൈസ് ചെയ്ത് 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതി. 3 3 1 പിന്നെ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ എത്ര 2 ഉണ്ട്? 4 5 2 ഉണ്ട്. അപ്പൊ 2 2ൽ നിന്ന് ഓരോന്ന് വീതം പുറത്തെടുക്കാം. അപ്പോ ഈ 2 ഒരു 2 പുറത്തെടുത്തു, ഈ 2 ഒരു 2 പുറത്തെടുത്തു. അപ്പൊ 2 2 4 വന്നു. ബാക്കി അകത്ത് ഒരു 2 ഒരു 3. അപ്പൊ 2 ഇൻറ്റു 3 6. അപ്പൊ 4 റൂട്ട് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ 3 സൈഡ്സ് വന്നാൽ ഇതേ പ്രോസസ്സാണ്. വേറെ ഒരെണ്ണം നോക്കാം. 5 12 13. 5 12 13. 5ഉം 12ഉം 13ഉം കൂടി കൂട്ടുക, എസ് കിട്ടും അല്ലെ? 13 കൂട്ടി, അപ്പോ 30 കിട്ടി. 30ന്റെ പകുതി 15. 15 ആണ് എസ്.
ഇനി എസ് മൈനസ് എ 15 മൈനസ് 5 15 മൈനസ് 12 15 മൈനസ് 13. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ റൂട്ട് ഓഫ് ഏരിയ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 15 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 2. പിന്നെ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യുക. 15 നമുക്ക് 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 10 5 ഇൻറ്റു 2 എന്ന് എഴുതാം. 3 തന്നെ, 2 തന്നെ. അപ്പൊ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ടിൽ ഒരു 5 വരും. 2 3 ഉണ്ട്, സ്ക്വയർ റൂട്ടിൽ ഒരു 3 വരും. 2 2 ഉണ്ട്, സ്ക്വയർ റൂട്ടിൽ ഒരു 2 വരും. ഇപ്പൊ എന്ത് തോന്നുന്നു? 3 ഇൻറ്റു 5 ഇൻറ്റു 2, അതായത് 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ 3 സൈഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.